നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കേരളത്തിലേക്ക് ഇടതുപക്ഷം ആഞ്ഞാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എന്ന് നമുക്കറിയാമല്ലോ. CPM-ഉം CPI-യും അതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ സുഡാപ്പികളും ജിഹാദികളും ഒക്കെയുണ്ട്. അക്കൂട്ടത്തിൽ അവരുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFI ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടത്തിയൊരു സമരം അത് ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കുന്നൊരു സംഗതിയാണ്. എന്താണെന്നല്ലേ, നിങ്ങളത് ഇതൊരു കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? ഈ കാണിക്കുന്നതാണ് സംഗതി. കണ്ടോ, അവർ മുന്നിൽ പിടിച്ചിരിക്കുന്ന ആ ബാനർ നോക്കുക. ഹേ നെതന്യാഹു, നീ മനുഷ്യനാവുക SFI എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിലാദ്യത്തെ ഹേ അവർ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഇംഗ്ലീഷ് തന്നെ എഴുതിയിട്ടുണ്ട്. അവസാനത്തെ SFIയും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ മലയാളത്തിലാണ്. ഇനി ഇതെന്താണ് ഈ SFI പിള്ളേർ പിടിച്ചിരിക്കുന്നത്, ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി നെതന്യാഹു ഇനി മലയാളം പഠിക്കേണ്ടി വരുമോ എന്നാണ് സംശയിക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം മലയാളം പഠിച്ചേക്കും. ഇവന്മാർ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാവണമല്ലോ. ചിലർ വിചാരിക്കും SFI പിള്ളേരുടെ മാതൃഭാഷയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഈ മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും ഇവന്മാർ ഇങ്ങനെ മലയാളത്തിൽ മെഴുകി വെച്ചിരിക്കുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലായോ? മലയാളമല്ലാതെ ഈ കുരിപ്പുകൾക്ക് മറ്റൊരു ഭാഷയും അറിയില്ല. മലയാളം തന്നെ നേരെ ചൊവ്വേ പറയാൻ അറിയില്ല. ഇത് തന്നെ എത്രയോ പ്രാവശ്യം തെറ്റി തിരുത്തിയൊക്കെ എഴുതി ഒരു വിധത്തിൽ ഒപ്പിച്ചു വെച്ച സംഗതിയായിരിക്കും ഈ ഹേ നെതന്യാഹു, നീ മനുഷ്യനാവുക SFI എന്നുള്ള ഈ ബാനർ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് മറ്റൊരു ഭാഷ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മുൻപ് അവർ മറ്റൊരു ഭാഷയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയായിരുന്നു. ഇവിടെ ഗവർണറായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്ന സമയത്ത് SFI ആയിട്ട് വലിയ പോരിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഓടിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ഒരു ബാനർ ഇതേപോലെ കെട്ടിയിരുന്നു. അത് പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാവുള്ളൂ, ഇംഗ്ലീഷും ഹിന്ദിയും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ വിരട്ടാം എന്ന് കരുതി അവർ എഴുതി വെച്ച ആ ബാനറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലേഡി സാൻഗി ഗവർണർ എന്ന ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ സായി പോടി തള്ളും. അപ്പോൾ പിന്നെ ഗവർണറുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഇത് എഴുതി വെച്ചതിന് ഇന്നും അവർ ട്രോള് വാങ്ങി അങ്ങ് എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കേട് ഇന്ന് വരെ തീർന്നിട്ടില്ല SFI കുരിപ്പുകൾക്ക്. അത്ര ഇംഗ്ലീഷാണല്ലോ ആ എഴുതി വെച്ചത്. അങ്ങനൊരു സംഗതി, അങ്ങനൊരു ശൈലിയേ ഇംഗ്ലീഷിലില്ല. മലയാളത്തിൽ നമ്മളെല്ലാം പറയും നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് അങ്ങ് ഇംഗ്ലീഷിലാക്കിയപ്പോൾ ഇങ്ങനെയായിപ്പോയി. അന്ന് സകലരും എടുത്തിട്ട് വല്ലാത്ത രീതിയിൽ അങ്ങ് അവരെ കുടഞ്ഞ് കളിയാക്കി ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതിനുശേഷം മലയാളം വിട്ടൊരു പരിപാടിയില്ല എന്നങ്ങ് SFI തീരുമാനിക്കുകയാണ് ചെയ്തത്. അതായത് മലയാളം വിട്ട് മറ്റൊരു ഭാഷയിലേക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വൃത്തിയായിട്ട് കിട്ടി. ഇനി അങ്ങനെ ഒരിക്കൽ കൂടി എതിരാളികൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നെതന്യാഹുവിനെ വിരട്ടാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ തന്നെ എഴുതാം എന്ന് വെച്ചത്. അല്ലാതെ ഇവന്മാരുടെ ഭാഷാ സ്നേഹം ഒന്നുമല്ല. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മുൻപൊക്കെ JNUവിൽ ഒരുപാട് SFIക്കാരുണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റൽ ഫീസൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. എത്ര വർഷങ്ങൾ വേണമെങ്കിലും അവിടെ ഇരുന്ന് പഠിക്കാം. അർബൻ നക്സലും അതുപോലുള്ള കുളിക്കാതെ നടക്കുന്ന പ്രകൃതി സ്നേഹി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഇടതുപക്ഷ അലവലാദികളൊക്കെ അവിടെ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ അവർക്കവിടെ വളരെ എളുപ്പത്തിൽ അന്ന് അഡ്മിഷൻ കിട്ടുമായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷം പതുക്കെ അവിടെ എൻട്രൻസ് പരീക്ഷ വെച്ചു. അവിടുത്തെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് പാസ്സാവണം. അങ്ങനെ വന്നപ്പോൾ നേരത്തെ 100ഓളം SFIക്കാർ അവിടെ നിസ്സാരമായിട്ട് പ്രവേശനം കിട്ടിക്കൊണ്ടിരുന്ന ഇടത്ത് ഇപ്പോൾ കഷ്ടിച്ച് 1-2 പേർക്ക് കിട്ടിയാലായി. അതാണ് ഇവന്മാരുടെ വിദ്യാഭ്യാസ നിലവാരം. നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു SFIക്കാരൻ നേരെ ചൊവ്വേ ഒരു ഡിഗ്രി പരീക്ഷയെങ്കിലും എഴുതി പാസ്സായത് നിങ്ങളുടെ അറിവിലുണ്ടോ? പോട്ടെ, ഒരു സിവിൽ സർവീസ് എടുത്ത, അത് IAS ആവട്ടെ, IPS ആവട്ടെ, അല്ലെങ്കിൽ IIT ആവട്ടെ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഏതെങ്കിലും ഒരു SFIക്കാരനെ നിങ്ങൾക്ക് ഇന്നോളം കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലേ ഇല്ല. ഈ കഴിഞ്ഞ ദിവസം പോലും വിചിത്രമായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തെ ഒരു കോളേജിൽ സംസ്കൃതം അറിയാത്ത ഒരു SFI നേതാവിന് സംസ്കൃതത്തിൽ PhD വേണമെന്ന് പറഞ്ഞിട്ടൊരു വാർത്തയായിരുന്നു. ഇവർ ഹിന്ദിയെയും സംസ്കൃതത്തെയൊക്കെ എതിർക്കുന്ന കൂട്ടരാണെന്ന് ഓർക്കണം. പക്ഷേ PhD ഇതിൽ വേണം. എന്തിനാ? പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടിട്ടില്ലേ? ഡോക്ടർ ഷിജു ഖാൻ. ഇനി ഡോക്ടറാവാൻ പോകുന്നത് ഡോക്ടർ A റഹീം എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. വിജയരാഘവന് വരെ ഡോക്ടറേറ്റ് ഉണ്ട്. പക്ഷേ നാണക്കേട് കൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പേരിന് മുന്നേ ഒന്നും വെക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇവറ്റകളുടെയൊക്കെ വിദ്യാഭ്യാസ നിലവാരം. അതുകൊണ്ടാണ് അവർക്ക് ആ മലയാള ബാനർ അങ്ങനെ പിടിക്കേണ്ടി വന്നത്. അല്ലാതെ ഭാഷാസ്നേഹം കൊണ്ടൊന്നുമല്ല. നെതന്യാഹുവിൻ്റെ കാര്യം ഇനി കണ്ടു തന്നെ അറിയണം.